ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് US B1 B2 വിസാസിൻ്റെ ഒരു കോൺസുലർ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള റെഡ് ഫ്ലാഗ്സ്, ചുവപ്പ് കൊടികൾ ഏതൊക്കെയാണെന്ന് തന്നെയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിസ 100% റിജക്റ്റ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ചിലർക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലുള്ള അവസരം കിട്ടില്ല. ഈ ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം തെറ്റായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധിച്ച് കാണുക, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇൻഫർമേഷൻ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ DS-160 എന്ന് പറയുന്ന ആ ഫോം, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അത് പൂർണ്ണമായിട്ടും റെഫർ ചെയ്തിരിക്കണം. അതിലുള്ള ഡീറ്റെയിൽസിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം എല്ലാ ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വരുന്നത്. ജോലി ബന്ധപ്പെട്ടായാലും, വർക്ക് ബന്ധപ്പെട്ടായാലും, വിദ്യാഭ്യാസമായാലും, ഫാമിലി ആയാലും, ട്രാവൽ പ്ലാൻസ് ആയാലും. സോ DS-160 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എപ്പോഴും നന്നായി റെഫർ ചെയ്യുക. കാണാപ്പാഠം പഠിക്കരുത്. അത് DS-160 വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുക. അടുത്ത കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാക്ക് ഓഫ് ടൈസ് ടു ദ ഹോം കൺട്രി. ലാക്ക് ഓഫ് ടൈപ്സ് എന്ന പലതരത്തിലുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലൊരു പ്രോപ്പർട്ടി ഉണ്ടാകാം, നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഉണ്ടാകാം, ബിസിനസ് ഉണ്ടാവാം, നിങ്ങൾക്ക് നാട്ടിൽ വേറെ എന്തെങ്കിലും സംഘടനകളായിട്ടുള്ള ബന്ധം ഉണ്ടാകാം, നാട്ടിൽ നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള പാർട്ട്ണർഷിപ്സ് ഉണ്ടാകാം. എന്ത് ഉണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ കരുതുക. ഉദാഹരണത്തിന് കല്യാണമാണെങ്കിൽ, മാരേജ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കരുതുക. അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ്. ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ IT റിട്ടേൺസ് ഫയൽ ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ബിസിനസ് പാർട്ണർഷിപ്പ് ഡീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു വീടാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ്. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇത്തരം ഡോക്യുമെൻറ്റ്സ് മസ്റ്റായിട്ട് കരുതുക. നിങ്ങളുടെ നാട്ടിലേക്കുള്ള ടൈസ് കൃത്യമായിട്ട് തെളിയിക്കാനുള്ള രേഖകൾ നിങ്ങളുടെ കയ്യിൽ കരുതുക. അത് രേഖകൾ ചോദിച്ചില്ലെങ്കിലും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഓഫീസർക്ക് സംശയം തോന്നിയാൽ ചില രേഖകൾ ചെക്ക് ചെയ്യാൻ അവർ ചോദിക്കും. അപ്പോൾ ആ രേഖകൾ ഹാജരാക്കുക. അവിടെ ഒരു US കോൺസുലർ ഓഫീസർ ഇരിക്കുന്നത് നിങ്ങളുടെ വിസ അപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാവൽ പ്ലാനിനെ കുറിച്ച് പഠിക്കുക എന്നതിന് മുകളിലായിട്ട്. നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓവർസ്റ്റേ ചെയ്യാതെ നാട്ടിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പാക്കുകയാണ് ഒരു US കോൺസുലർ ഇൻ്റർവ്യൂ ഓഫീസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതുകൊണ്ട് അവർ പരിഗണിക്കുന്നതും നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടായി. അൺക്ലിയർ ട്രാവൽ പ്ലാൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ബിസിനസ് പർപ്പസിനാണോ പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ DS-160 നിങ്ങൾ ഒന്ന് പറഞ്ഞു, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ വേറെ പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ DS-160 ഫില്ല് ചെയ്യുമ്പം എവിടെയൊക്കെ വിസിറ്റ് ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട്. അവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്ലേസസ് ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ട്രാവൽ പ്ലാൻസ് കൃത്യമായിട്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ആ ഫീൽഡ് DS-160 ടച്ച് ചെയ്യാതിരിക്കുക. ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ ഐഡിയാസ് മാത്രം പറയുക. സോ ഉദാഹരണത്തിന് നിങ്ങൾ ന്യൂയോർക്കിലാണ് പോകണമെങ്കിൽ ന്യൂയോർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയൊരു പേപ്പറിൽ ഒരു ഐറ്റിനറി ആയിട്ട് എഴുതുക. അല്ലെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. അത് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കയ്യിൽ സൂക്ഷിക്കുക. ഞാൻ ന്യൂയോർക്കിൽ പോകുന്നു, ഐ വിൽ വിസിറ്റ് ടൈം സ്ക്വയർ, ഐ വിൽ ഗോ ടു അൽബനി, അങ്ങനെ കുറച്ച് ഐ വിൽ വിസിറ്റ് ദി സോ ആൻഡ് സോ പ്ലേസസ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അങ്ങനെ ഓരോരോ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തൊക്കെയാണോ അതൊരു പേപ്പറിൽ ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. സോ വേഗമായിട്ടുള്ള അൺക്ലിയർ ആയിട്ടുള്ള ട്രാവൽ പ്ലാൻസ് ഉണ്ടെങ്കിൽ അതൊരു റിജക്ഷൻ റീസണാണ്. കൺസിസ്റ്റൻറ്റ് ഫൈനാൻഷ്യൽ എവിഡൻസ് ആണ്. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് IT റിട്ടേൺസ്, പിന്നെ പറഞ്ഞ പോലെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ചെക്ക് ചെയ്യാനോ നോക്കാനുള്ള പെർമിഷനൊക്കെ അവർക്കുണ്ട്. പക്ഷേ 99% അങ്ങനെയുള്ള വിവരങ്ങൾ ചെക്ക് ചെയ്യില്ല. പക്ഷേ നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അനലൈസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞത് 1%. അത് നിങ്ങൾ അവിടെ കിടന്ന് പതറുകയോ നിങ്ങൾ അവരുടെ മുമ്പിൽ കള്ളത്തരം പറയുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്കുണ്ട്. അപ്പോൾ അത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ എവിഡൻസും ഈ പറഞ്ഞ പോലെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിസ റെഡ് ഫ്ലാഗ് ആണെന്ന് പറയാം. അഞ്ചാമത്തേതെന്ന് പറയുമ്പോഴത്തേക്ക് പ്രീവിയസ് വിസ വയലേഷൻസ്, ഡിനയൽസ്. അപ്പം നിങ്ങൾക്ക് പണ്ട് ഏതെങ്കിലും വിസ ഡിലേ ആയിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ വിസ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ DS-160 നിൽക്കുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് നിങ്ങൾ പറയണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വിസ ഡിലേ ആയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് വിസ ഡിലേ ആയെന്ന് ചോദിച്ചാൽ അത് റീസൺ കൃത്യമായിട്ട് ഹോണസ്റ്റായിട്ട് പറയുക. മിക്കവാറും യൂറോപ്യൻ കൺട്രീസിൻ്റെയും GCC ഒക്കെ അവരുടെ വിസ ഡിനയൽസ് ഒക്കെ US കോൺസുലേറ്റിൽ ഡയറക്റ്റായിട്ട് അവർക്ക് ഓഫീസർക്ക് അറിയാൻ പറ്റും. സോ കള്ളം പറയരുത്, ഉള്ള കാര്യം പറയുക.
ഓവർലി ഡീറ്റെയിൽഡ് ആയിട്ടൊരു ആൻസർ. ചക്ക എന്ന് ചോദിച്ചു കഴിയുമ്പോൾ കൊക്കെന്ന് ഉത്തരം പറയാതിരിക്കുക. ചക്ക എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചക്ക പ്ലാവിലാണ് പിടിക്കുന്നത് എന്ന് പറയുക. ചക്ക ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള സേലൻ മാവിൻ്റെ ചോട്ടിൽ വളർന്നുകൊണ്ടിരുന്ന ഒരു പ്ലാവിലാണ് പിടിക്കുന്നതെന്ന് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ പറയേണ്ട ആവശ്യമില്ല. ചോദിക്കുകയാണ് ചക്ക നിങ്ങളുടെ വീട്ടിൽ ചക്കയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പ്ലാവുണ്ട്, ആ വരിക്കപ്ലാവാണ്, ചക്ക എല്ലാ വർഷവും കായ്ക്കും, അത്രയും പറഞ്ഞാൽ മതി. അല്ലാതെ എൻ്റെ വീട്ടിൽ 3 സേലൻ മാവും 4 നെല്ലിപ്പുളിയും 5 ആഞ്ഞിലിയും ഉണ്ട്, അതിന് നടുക്കാണ് ഞാൻ പ്ലാവ് വെച്ചിരിക്കുന്നത്. ഈ പ്ലാവിൽ എല്ലാ വർഷവും ചക്ക ഉണ്ടാകാറുണ്ട്. വിയറ്റ്നാം സൂപ്പറാണ് അതിൻ്റെ എണ്ണം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിയറ്റ്നാമിൽ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തു. അത്രയും ഡീറ്റെയിൽഡ് ആക്കേണ്ടതെന്നാണ് ഉദ്ദേശം. മനസ്സിലായില്ല? അപ്പോൾ ഓവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ വേണ്ട. എന്നാൽ ഒരു വാക്കിലുള്ള ആൻസറും പറയും, യെസ് ഓർ നോ പറയരുത്. ഒരു സെൻറ്റൻസ് അല്ല 2 സെൻറ്റൻസ് മാക്സിമം, അവിടെ നിർത്തുക. അവർക്ക് വേറെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പഴുതുകൾ ഇട്ട് കൊടുക്കാതിരിക്കുക. പറയുമ്പോഴത്തേക്ക് ഇതാണ് ഈ വിസ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഡ് ഫ്ലാഗ് ആണിത്. അതായത് നിങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ട് വരിക എന്നൊരു തോന്നൽ ആ ഓഫീസർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിങ്ങൾ റിജക്റ്റ് ആവും. അത് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ അവർക്ക് മനസ്സിലാകുകയും ചെയ്യും. അവിടെ ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ പർപ്പസ് ടു യുഎസ്. അപ്പോൾ നിങ്ങളൊരു പാരഗ്രാഫ് മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ട് അവിടെ വന്ന് അത് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ അവിടെ കഴിയും. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ് പാസ്പോർട്ട് അവർ തിരിച്ചു വരും. സോ കാണാപ്പാടം പഠിക്കാതിരിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ ചോദ്യങ്ങളെ ചോദിക്കാൻ പോകണം. ആ ചോദ്യങ്ങളുടെ പോയിന്റ്സ് മാത്രം നമ്മൾ മനസ്സിൽ മെമ്മറൈസ് ചെയ്യുക. എന്നിട്ട് അത് കണക്ട് ചെയ്ത് അറിയാവുന്ന ഇംഗ്ലീഷിൽ പറയാൻ നോക്കുക. അവിടെ നിങ്ങളുടെ ഗ്രാമർ ചെക്ക് ചെയ്യാനോ നിങ്ങൾ പറയുന്നത് ഇവിടെ തെറ്റുണ്ടോന്നോ അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയൊന്നും ആരുമില്ല. തെറ്റായ ആൻസർ പറഞ്ഞാൽ പോലും നിങ്ങളുടെ വിസ റിജക്ഷൻ ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങൾ കള്ളത്തരം പറയുവാണ് അല്ലെങ്കിൽ കാണാപ്പാടം പഠിച്ചിട്ട് വന്ന് പ്രിപ്പയർ ചെയ്ത് പറയുവാണെന്ന് അവർക്ക് തോന്നലുണ്ടായാൽ 100% നിങ്ങൾ എത്ര ശരിയായ ആൻസർ പറഞ്ഞാലും നിങ്ങളെ സ്പോട്ടിൽ റിജക്റ്റ് ചെയ്യും. 9ാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഎഡ്യൂക്കേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വിസ ടൈപ്സ്. 2 ടൈപ്സ് ഓഫ് വിസയാണ്, B1 ആൻഡ് B2. B1 ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് B1 B2 ആണ്. ഇപ്പം ബിസിനസ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് പർപ്പസ് ട്രാവൽ പറയുക. ട്രാവൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് പർപ്പസ് ബിസിനസ് പറയുക. അവിടെ വിസ ടൈപ്പ് എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. B1 എന്താണെന്നും B2 എന്താണെന്നും കൃത്യമായിട്ട്. B1 എന്ന് പറയുമ്പോൾ ബിസിനസ്സാണ്, B2 എന്ന് പറയുമ്പോൾ ട്രാവലാണ്. ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പർപ്പസ് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂ സമയം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് റിലക്റ്റൻസ് ആൻഡ് ഇനേബിലിറ്റി ടു പ്രൊവൈഡ് സ്പെസിഫിക് ഡീറ്റെയിൽസ്. നിങ്ങളിപ്പം ഒരു DS-160 ഒരു ജോബിനെ കുറിച്ച് ഫില്ല് ചെയ്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു കണ്ടന്റ് മാനേജറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടന്റ് മാനേജ്മെൻറ്റ് എന്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? അപ്പോൾ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ അവർ ചോദിക്കുകയാണ്. I will answer. I was handling WordPress websites. I was publishing blog post. I managed content for several websites. സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തെങ്ങ് കയറ്റക്കാരനാണെന്ന് അല്ലെങ്കിൽ തെങ്ങിൽ കയറുന്ന ആളാണെന്ന് DS-160 വെച്ചാൽ ഈ തെങ്ങ് കയറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മെഷീൻ വെച്ചാണ് തെങ്ങ് കയറുന്നത് അല്ലെങ്കിൽ തളപ്പ് ഉപയോഗിച്ചാണ് തെങ്ങ് കയറുന്നത്. അല്ലാതെ ഞാൻ ആഞ്ഞിലിയെ കയറിയിട്ട് അവിടുന്ന് ചാടി പിടിച്ച് തെങ്ങിലേക്ക് ചാടുകയാണെന്നല്ല പറയേണ്ടത്. സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ പറയാൻ റെഡി ആയിരിക്കണം. നിങ്ങൾ DS-160 വെച്ചാലും അതിനൊക്കെ ഉപചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഉപചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും ക്ലിയർ ആയിട്ടും ആൻസർ ചെയ്യുക. സോ ഈ 10 റെഡ് ഫ്ലാഗ്സ് ആണ് ഒരു കോൺസുലർ ഇൻ്റർവ്യൂ വ്യൂ പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള, ആരും പറയാത്ത, ആരും പബ്ലിക് ആക്കാത്ത റെഡ് ഫ്ലാഗ്സ് ആണ്. ഇപ്പോൾ ഈ റെഡ് ഫ്ലാഗ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ റിജക്ഷൻ ഒരു 90% നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പം വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.